worship, He comes down and He's enthroned on our praises. He comes in glory. He comes in majesty. He comes in glory. He comes in majesty. He comes in power. He moves in majesty. He moves in power. He moves in majesty. Rasa kavatayata. If you know that the Lord is moving in this room this morning, put your hands together, open your mouths, and worship the Lord, because He is worthy. He is worthy. He is worthy of all praise. He is worthy of all honor. He is worthy of all glory. Step into that moment of your glory. Step into that moment of your appointed time. Just like how Spirit-filled Simeon was when he came into the temple. Rakete, get ready to take the promises of the Lord in your hand. ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ദേവാലയത്തിലേക്ക് വരുന്നതിൽ കാത്തിരുന്നത് വൃദ്ധരായ പ്രിയപ്പെട്ടവരാണെങ്കിൽ, വിശുദ്ധ ബൈബിളിൻ്റെ അവസാന പുസ്തകം എഴുതി തീർക്കുന്നതും വൃദ്ധനായ യോഹന്നാനാണ്. അതുകൊണ്ട് വാർദ്ധക്യത്തിലും ഫലം കായ്ക്കാനായിട്ട് കഴിയും എന്ന് പഠിപ്പിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകം കൂടെയാണ് ഈ പുതിയ നിയമത്തിൻ്റെ താളുകൾ. ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ ഇനിയും സാക്ഷാത്കരിക്കപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് സാധ്യമാണ്. നമ്മൾ വാർദ്ധക്യമാകും തോറും നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും തീർന്നു പോകുന്നില്ല. ആ സ്വപ്നങ്ങളെ പൂവണിയിപ്പിക്കുവാനായിട്ട് കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരങ്ങൾ ഏത് കാലഘട്ടങ്ങളിലും ശരീരവും മനസ്സും ക്ഷീണിക്കുന്ന സന്ദർഭത്തിലും ഒരു സ്വപ്നം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കാണത്തക്ക രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ചരിത്രം വിവരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകമാണ് പുതിയ നിയമമെങ്കിൽ ഇന്ന് പകൽക്കാലം വാർദ്ധക്യത്തിലും നിരാശപ്പെട്ടു പോകുന്ന, ഭാരപ്പെട്ടു പോകുന്ന, എല്ലാം അസ്തമിച്ചു, ഈ സ്വപ്നങ്ങളൊന്നും ഇനിയും പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശിമ്യോൻ ഇന്ന് പകൽക്കാലം നമ്മളോട് പറയാനായിട്ടുള്ളത്, സ്വപ്നങ്ങളുടെ പൂർത്തീകരണം കാണുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ കണ്ണ് കാണത്തക്ക രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലമുണ്ട്. മശിഹ വരുമ്പോൾ ദേവാലയത്തിൽ വരുമെന്നുള്ളൊരു കൺസെപ്റ്റാണ് അന്നത്തെ യഹൂദന്മാർക്കുള്ളത്. അതിന് നമുക്കറിയാം, അന്നത്തെ ഹെരോദാവ് നിർമ്മിച്ചിരിക്കുന്ന ആ ടെമ്പിൾ എന്ന് പറയപ്പെടുന്നത് മനോഹരമാണ്. അതിന് ഔട്ടർ കോർട്ടുണ്ട്, ഇന്നർ കോർട്ടുണ്ട്, വുമൻസ് കോർട്ടുണ്ട്, ഇങ്ങനെ പലയിടങ്ങളിലുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യൻ അറിയത്തില്ല എവിടെയാണ് ഈ കുഞ്ഞുമായിട്ട് വരുന്നതെന്നൊന്നും. പക്ഷേ ഈ മനുഷ്യൻ ആത്മനിയോഗത്താൽ അന്ന് ദേവാലയത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് നമുക്ക് നിയോഗത്തോടെ പ്രാർത്ഥനയോടെ ചെല്ലേണ്ട സ്ഥലത്തേക്ക് ചെല്ലാം. ഇവിടെ ദേവാലയത്തിലേക്ക് ഈ മനുഷ്യൻ ആത്മനിയോഗത്താൽ ചെല്ലുകയാണ്. എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം ആ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടായിരിക്കാം. പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ആത്മനിയോഗത്താൽ പല സന്ദർഭങ്ങളിൽ താൻ ആ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അന്നത്തെ ആ പ്രഭാതം, അന്നത്തെ ആ ദിനം തനിക്ക് വേണ്ടിയുള്ള അത്ഭുതകരമായിരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ ഒരു അത്ഭുതം കാണത്തക്ക രീതിയിൽ തൻ്റെ കണ്ണുകൾക്ക് വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തെ തൻ്റെ കയ്യിൽ എടുത്തിട്ട് പറയണം, നാഥ തിരുവചനം പോലെ അടിയനെ അയക്കണമേ. ഒരു സംതൃപ്തിയുടെ പ്രാർത്ഥനയാണ് താൻ പ്രാർത്ഥിക്കുന്നത്. നാഥ, ദീർഘനാളുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് താൻ കരങ്ങളിൽ വയോധികനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പൊടിക്കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയുകയാണ്, താൻ ഒരിക്കലും വിളിക്കേണ്ട ഈ കുഞ്ഞിനെ നാഥ എന്നാരും വിളിക്കത്തില്ല. വിളിക്കുമോ? വിളിക്കത്തില്ല. ഒരു കുഞ്ഞിനെ പ്രായമുള്ള ഒരു അപ്പച്ചനെടുത്തിട്ട് കയ്യിൽ എടുത്തിട്ട് തമ്പുരാനെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഓർക്കി ഈ കാലഘട്ടത്തിൽ എമ്പുരാനെ എന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതല്ല, തമ്പുരാനെ എന്ന് പറഞ്ഞ് കരങ്ങളിൽ എടുത്ത് പറയുകയാണ്, നാഥ തിരുവചനം പോലെ എന്നെ അയക്കണമേ എന്ന്. നിങ്ങളോടൊരു വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ കാണും. കണ്ടതിന് ശേഷം മാത്രമേ ദൈവം നിങ്ങളെ മടക്കി അയക്കത്തുള്ളൂ. അതിൻ്റെ പൂർത്തീകരണം നിങ്ങൾക്ക് കൈകളിലെടുത്ത് സ്തോത്രം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളെ ദൈവം മടക്കി അയക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് പ്രായം എത്രയാണെങ്കിലും സാഹചര്യം എത്രയാണെങ്കിലും ദൈവകരങ്ങളിൽ ആ വിഷയം കണ്ട് സ്തോത്രം ചെയ്യത്തക്ക രീതിയിൽ ദൈവം അത്ഭുതകരമാകുന്ന ക്രമീകരണങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ആരാധനാലയത്തിൽ നിന്ന് മടങ്ങാവൂ. And we are here to affirm what we just heard a couple of minutes back. That one man who heard the promise from God, that one man who waited upon the Lord, that one man, his name Simeon, he knew the appointed time. The Holy Spirit revealed that appointed time to when to come to the temple,
Probably it was a normal thing for him. He often came to the temple, but that one moment where the promise of the Lord was waiting and he was ready to take it in his arms and bless the Lord. He was ready to take it in his arms and bless the Lord and give glory to God. Age is not a limitation for the Lord. Age is not a limitation for the Lord. Who you have, what you have, what you hold in your hands is never a limitation to the Lord. Get ready to step into your appointed time.